കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ചുള്ള നീക്കത്തിന് സാധ്യത തേടി സർക്കാർ പ്രതിപക്ഷ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30-ക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ച യോഗം പ്രതിപക്ഷ നേതാക്കളുടെ അസൗകര്യത്തെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷമാക്കിയത്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കാൻ യോജിച്ചുള്ള സമരത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടി 24-ന് നൽകിയ അഭിമുഖത്തിൽ പിന്തുണച്ചിരുന്നു. എന്നാൽ CPI-യുമായി സഹകരിച്ചുള്ള നീക്കങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ ചർച്ച ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതുപോലെ തന്നെ പ്രധാനമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്. അത് എന്താകുമെന്ന സൂചനകൾ ലഭ്യമാണോ? വേണു, രാവിലെ 10 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഓൺലൈനായി ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ അസൗകര്യം കാരണം ഉച്ചയ്ക്ക് ശേഷം 3:30-ലേക്ക് ഈ ചർച്ച മാറ്റുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേന്ദ്രം കേരളത്തോട് നിരന്തരമായി അവഗണന കാണിക്കുന്നു, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കേരളത്തെ പിടിച്ച് മുറുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം വേണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടിക്കൊണ്ട് ഒരു സമവായത്തിലെത്തുകയും അതിനുശേഷം ഒരു സംയുക്ത നീക്കം നടത്തുകയും ചെയ്യാം എന്ന ഒരു വിലയിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്രം ഇത്തരത്തിൽ പ്രതികാര നടപടികൾ, സംസ്ഥാന സർക്കാർ പറയുന്ന പോലെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമ്പോഴും അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കുകയാണ്. അവരുടെ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടും രണ്ടായി നിന്ന് ഇതിനെ എതിർക്കുന്ന ഒരു രീതിയാണ്. നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു നിവേദനം നൽകാനായി തീരുമാനിച്ചിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നൽകാനുള്ള ഈ നിവേദനത്തിൽ പക്ഷേ UDF MP-മാർ ഒപ്പിട്ടില്ല. അവർ പ്രത്യേകം നിവേദനം തയ്യാറാക്കി കേന്ദ്രമന്ത്രിയെ കാണുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ പ്രത്യേകമായി ഒരു സമരം നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് വലിയ ഗുണമൊന്നും ഇല്ല എന്ന ഒരു പൊതുവിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ആലോചന നടക്കുന്നത്. ഇത് പ്രധാനമായും ഈ ജനുവരി മാസത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഈ പ്രതിഷേധത്തിലേക്ക് ക്ഷണിക്കും. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം പ്രതിപക്ഷം ഇത്തരം കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ കൂടി പിടിപ്പുകേടാണ് ഇത്തരത്തിലുള്ള ധനകാര്യ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപിക്കുന്നുണ്ട്. നികുതി പിരിവ് ഊർജിതമല്ല, അതോടൊപ്പം തന്നെ ധൂർത്ത് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഇത് ഈ ചർച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നതിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. മറ്റൊന്ന്, കേന്ദ്രം ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. റെയിൽവേ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും സംസ്ഥാനത്തെ ആവശ്യങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അപൂർവമായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിയേക്കാം. വേണു, വി.എ. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.